പൗരത്വ നിയമത്തിനെതിരെ UDF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ MP, വടകര മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ MLA എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. MK രാഘവൻ MP, ഷാഫി പറമ്പിൽ MLA എന്നിവരുടെ നേതൃത്വത്തിൽ ലീഗ് ഹൌസിന് മുൻപിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് മോദി സർക്കാർ ഇപ്പോൾ പൗരത്വ നിയമം പ്രാബല്യത്തിൽ വരുത്തിയതെന്ന് MK രാഘവൻ MP പറഞ്ഞു. ഈ നിയമം നടപ്പിലാക്കാനുള്ള ഒരു കാരണമുണ്ട്. SBI ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പ്രതികൂട്ടിലായെന്ന് മാത്രമല്ല, ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്ത് നൽകാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി, ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇന്ന് പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഈ രാജ്യത്തെ കീറി മുറിക്കാൻ നിങ്ങൾ എന്ത് വിഭാഗീയ വിജ്ഞാപനങ്ങൾ കൊണ്ടുവന്നാലും സാധിക്കില്ലെന്ന് കോഴിക്കോടിന്റെ കടപ്പുറം ഇന്ത്യയോട് ഉറക്കെ വിളിച്ചു പറയുമ്പോ എന്താ അതിനേക്കാൾ വലിയൊരു പ്രസംഗം വേണ്ടത്? അതിനേക്കാൾ കൂടുതൽ എന്താ ഇവിടെ പറയേണ്ടത്? അതിനേക്കാൾ കൂടുതൽ ആരാ ഇവിടെ പറയേണ്ടത്? ഞാൻ പറയുന്നു, കോഴിക്കോട്ടുകാരുടെ പുണ്യമാണ് MK രാഘവൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നു, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ അസറ്റാണ് MK രാഘവൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലീഗ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് MC മൈൻ ഹാജി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റസാഖ് മാസ്റ്റർ, പാറക്കൽ അബ്ദുള്ള, CK സുബൈർ, KT ഇസ്മായിൽ, CN വിജയകൃഷ്ണൻ, PM നിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്.